നിലപാടുകളുടെ രാജകുമാരൻ, പറഞ്ഞ വാക്ക് ഒരിക്കലും മാറ്റി പറയാത്ത, മാധ്യമങ്ങൾ എത്ര കുത്തി ചോദിച്ചാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. അങ്ങനെ ഒരാളാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ, നമ്മുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി. പുള്ളിയുടെ റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് PC ജോർജ് ബ്രേക്ക് ചെയ്യാറുണ്ടെങ്കിലും പുള്ളി അതിനെയൊക്കെ കവച്ചു വെച്ച് ഇങ്ങോട്ട് കയറി വരുന്ന കാഴ്ചകളുണ്ട്. എന്തായാലും ആരുടെ കയ്യിൽ അധികാരമുണ്ടോ അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ വെള്ളാപ്പള്ളിയുടെ നോട്ടം. അവർക്ക് വേണ്ടി പിന്നീട് വാദോരാതെ സംസാരിക്കും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വർഗീയത പറയുകയും ചെയ്യും. ഈ വർഗീയത കേരളത്തിൽ മൂത്തു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി ഇത് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ പിന്നീട് അതങ്ങോട്ട് ഓരോരുത്തർ ഏറ്റുപിടിക്കും. അങ്ങനെ അതങ്ങ് മൂത്തു തുടങ്ങുമ്പോൾ വെള്ളാപ്പള്ളി നേരെ പ്ലേറ്റ് മാറ്റി വയ്ക്കും. പിന്നീട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിയൂരും. ഇപ്പോൾ പുതിയൊരു സംഗതിയുമായിട്ട് യോഗനാഥ മാസികയിലൂടെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി എത്തിയിരിക്കുന്നത്. ഈ ന്യൂനപക്ഷ പ്രീണനം അത് UDFനും LDFനും ആവോളമുണ്ടെന്നും ഒരു രാജ്യസഭാ സീറ്റ് വരുമ്പോൾ അതിലേക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ UDFും LDFും മാറി മാറി പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ മെജോറിറ്റിയായ ഹിന്ദുക്കളെ പരിഗണിക്കുന്നില്ല എന്നതും അവർക്ക് ഇതിനൊന്നും അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ളതുമാണ് നമ്മുടെ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പരാതി. എന്തായാലും അത് പറയുന്നതിന് തൊട്ടുപുറകെ ഈ കാര്യങ്ങളൊക്കെ വിമർശനങ്ങളാവുന്നു. പലരും ഇതെടുത്ത് വെച്ച് അലക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ് ഇതിൻ്റെ വേണ്ടി രക്തസാക്ഷിയാവേണ്ടി വന്നാലും ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ യോഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള നിലപാടിലാണ് ആൾ നിൽക്കുന്നത്. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇത് മാറ്റി പറയുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. അതും ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു, നമുക്കറിയാമല്ലോ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും പുള്ളി അവിടെ ക്ലച്ച് കുടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പിന്നീട് പ്ലേറ്റ് മാറ്റി BJP ഇവിടെ ക്ലച്ച് പിടിച്ചപ്പോൾ സംഗതികളൊക്കെ മാറ്റിവെച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ സ്വന്തം മോൻ BDJSൽ നിന്നുകൊണ്ട് ഈ BJPയുമായി ലയനമൊക്കെ ഉണ്ടാക്കി പലയിടത്തും മാറി മാറി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ കോട്ടയത്തും മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി. അതിനെയും വളരെ രസകരമായി ട്രോളാൻ, മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ട്രോളാൻ നമ്മുടെ വെള്ളാപ്പള്ളി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്തായാലും അത്തരത്തിലൊക്കെ അദ്ദേഹം വാക്കുകൾ പറഞ്ഞു വയ്ക്കുമ്പോഴും ഈ അധികാരമുള്ളിടത്തേക്ക് വെള്ളാപ്പള്ളിക്ക് എക്കാലത്തും ഒരു ചായ്വുണ്ട്. അതിപ്പോൾ LDF ആണ് ഭൂരിപക്ഷം എത്തുന്നതെങ്കിൽ പിണറായി സ്തുതിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്തുതിയും ഇടതുപക്ഷ സ്തുതിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെള്ളാപ്പള്ളി പറയും. ഇനി അത് UDFിലേക്കാണ് ചാടുന്നതെങ്കിൽ പിന്നീട് ഏറ്റവും വലിയ ദൈവവും കൺകണ്ട ആളുമൊക്കെ സാക്ഷാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അങ്ങനെ നീളും പട്ടിക. എന്തായാലും ഇപ്പോൾ BJPക്ക് മൊത്തത്തിൽ കേരളത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് നമ്മുടെ വെള്ളാപ്പള്ളിയെ ചെറുതായിട്ടൊന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവാം അങ്ങോട്ടേക്ക് ഒരു ചായ്വ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി സാറേ, നമ്മുടെ കേന്ദ്രത്തിൽ BJP അത്ര കണ്ടങ്ങോട്ട് മെച്ചമുണ്ടാക്കിയിട്ടില്ല, ഇടിഞ്ഞു പോകുമെന്നൊക്കെയാണ് ഈ രാഷ്ട്രീയ നിരൂപകർ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ 2 വള്ളത്തിൽ കാല് വെച്ച് നിൽക്കാതെ എവിടെങ്കിലും ഒരു വള്ളത്തിൽ കാല് വെച്ച് നിൽക്കുന്നതല്ലേ ഒരു ബുദ്ധി.